ഒരു യാത്ര ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ള യാത്രയല്ല, ഒരു വ്യക്തിത്വത്തിന്റെ തന്നെ മാറ്റമായിരിക്കണം. ഒരു ട്രെയിൻ യാത്ര ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്ര, ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ സ്ഥലം. 1912 മാർ ഇവാനിയോസ് പിതാവിന്റെ സെറാംപൂരിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം ഒരു പുതിയ സഭയുടെ ആരംഭം കുറിക്കാൻ പോവുകയാണ്. സെറാംപൂരിലേക്ക് ചെന്നപ്പോൾ സെറാംപൂർ കോളേജിന്റെ പ്രിൻസിപ്പൽ ആകുമെന്ന് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ഹൗവൽസ് അദ്ദേഹത്തോട് ചോദിച്ചു. അത് പുതിയൊരു ജോലിയിലേക്കുള്ള ഒരു ജോലി വാഗ്ദാനം മാത്രമായിരുന്നില്ല, മറിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള ക്ഷണമായിരുന്നു. എന്നാൽ മാർ ഇവാനിയോസ് തിരുമേനി ഉടനെ അതിന് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മലങ്കര സഭയിലായിരുന്നു, MD സെമിനാരിയിലായിരുന്നു, തന്നെ പരമേൽപ്പിച്ച ദൈവജനത്തിലായിരുന്നു. എന്നാൽ ദിവസങ്ങളേറെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം അദ്ദേഹത്തെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്കല്ല, തന്നെ പരമേൽപ്പിച്ച ദൈവജനത്തിനായിരുന്നു. അങ്ങനെ അദ്ദേഹം സെറാംപൂരിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. സെറാംപൂരിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത് വലിയൊരു ചിന്തയായിരുന്നു. നമ്മുടെ സഭയ്ക്ക് മികച്ച വൈദികർ വേണം, മികച്ച വൈദിക കോളേജ് വേണം, വിശ്വാസം അറിവോടുകൂടി വളരണം. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പിതാവിന് ഒരു പുതിയ ആശയം നൽകുകയാണ്. ഒരു കോളേജ് കെട്ടിടമുണ്ടാക്കാം, എന്നാൽ അതുകൊണ്ട് മാത്രം സഭയെ വളർത്തുക സാധ്യമാണ്. എന്നാൽ ഒരു പഠിപ്പുള്ള കുറച്ച് ആളുകളെ സൃഷ്ടിക്കാം, പക്ഷേ ലോകത്തെ മാറ്റാൻ പഠനം കൊണ്ട് മാത്രം സാധ്യമാണ്. അപ്പോൾ പിതാവിന്റെ മനസ്സിൽ പുതിയൊരു ആശയം ഉദിച്ചു. ഒരു മിഷണറി സമൂഹം വേണം. ഗ്രാമങ്ങളിലേക്ക്, വീടുകളിലേക്ക്, മനുഷ്യരുടെ പച്ചയായ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന മിഷണറിമാർ വേണം. എന്നാൽ അദ്ദേഹം അതുകൊണ്ട് നിർത്തിയില്ല. കൂടുതൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിയുകയും വിശുദ്ധ കുർബാനയിൽ ദൈവഹിതം ആരായുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ തിരിച്ചറിവുണ്ടായി. മിഷണറിമാർ മാത്രം പോരാ, ആദ്യം വിശുദ്ധരായ മനുഷ്യർ വേണം. പ്രസംഗിക്കുന്നവരെക്കാൾ ജീവിതം കൊണ്ട് സുവിശേഷം എഴുതുന്നവർ. അങ്ങനെ പിതാവ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നു. ഒരു സന്യാസ സമൂഹം വേണം. ലോകത്തിൽ നിന്ന് ഓടിപ്പോകാനല്ല, ലോകത്തിന് സാക്ഷികളായി ജീവിക്കാൻ. പ്രശസ്തിയോ അധികാരമോ നേടാനല്ല, ക്രിസ്തുവിനെ നേടാൻ, ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കാൻ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതായിരുന്നു തിരുമേനിയുടെ സ്വപ്നം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു വൈദിക കോളേജ് വേണം, വേണ്ട അതും പോരാ. ഒരു മിഷണറി സമൂഹം വേണം, അതും പോരാ, ഒരു സന്യാസ സമൂഹം വേണം. ഇന്ന് നാം കാണുന്ന ബദനി സന്യാസ സമൂഹം ഒരു ഭരണപരമായ തീരുമാനത്തിനല്ല ഉണ്ടായത്, ഒരു വിശുദ്ധന്റെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ച ദർശനത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സെറാംപൂർ യാത്ര ഒരു സാധാരണ യാത്രയായി ഓർക്കപ്പെടാത്തത്. അതൊരു സന്യാസ സമൂഹത്തിന്റെ ജനന യാത്രയായിരുന്നു, ഒരു ദർശനത്തിന്റെ യാത്രയായിരുന്നു, സഭയുടെ നവോത്ഥാനത്തിന്റെ യാത്രയായിരുന്നു.